എടാ സി എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓടിച്ചോണ്ടിരിക്കുക. ഞാൻ ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് ഇവിടെ വന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലടാ. ശ്രീയുടെ മരണത്തിന് എന്നെ ആരും കുടുക്കിയിരിക്കണം. എടാ നീ എവിടെയെന്ന് പറ, ഞാൻ വരാം അങ്ങോട്ട്. അതൊന്നും സംസാരിക്കാൻ സമയമില്ല ഇപ്പോ. അവൻ ഇവിടെ എവിടെ ഒളിച്ചു നിൽക്കുക. സെർച്ച് എവരിവെയർ. എടാ ഒരു കാര്യം ചെയ്യോ, നമ്മുടെ ക്യാബിനിലുള്ള ആ CCTV ഫുട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യുവോ? സഞ്ജയ് അവനാ ഫോണിൽ ആരെ വിളിച്ചു നോക്കും വേഗം. ആ ദുർഗ പറയൂ. സർ, രവിയുടെ മർഡർ നടന്നെന്ന് ആ വീട്ടിൽ നിന്ന് ഒരു പെണ്ണും ചെറുക്കനും വെളി വരുന്നത് അടുത്ത വീട്ടിൽ കണ്ടിട്ടുണ്ട് സർ. അവരിടയ്ക്കിടയ്ക്ക് രവിയുടെ വീട്ടിലേക്ക് വരുന്നവരാത്രേ. രവി 5 മാസമായിട്ട് ഒരു നമ്പറായിട്ട് കോൺടാക്റ്റിലുണ്ട് സർ. എക്സ്പെഷ്യലി ശ്രീയുടെ മർഡർ നടക്കുന്ന ഒരാഴ്ചയ്ക്ക് മുൻപ് ഈ നമ്പറിലേക്ക് കുറെ പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. ആ നമ്പർ ആരെയാ? സർപ്രൈസിംഗ്ലി ഇത് ശരത്തിന്റെ നമ്പർ. ശ്രീയുടെ കൊലപാതക ദിവസം ശരത്തിന്റെയും രവിയുടെയും രണ്ടുപേരുടെ ലൊക്കേഷൻ ശ്രീയുടെ വീടും പരിസരവും തന്നെയായിരുന്നു. ബട്ട് ഇപ്പൊ വിളിച്ചു നോക്കിയിട്ട് ആരും എടുക്കുന്നില്ല.